ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാനിപ്പോൾ പറയാൻ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നിവാൻ ബേബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം മോൻ്റെ ബർത്ത്ഡേ, പിന്നെ അവന് ഇന്ന് ഞാൻ ഇവിടെ എഴുത്തിനിരുത്താൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ചെട്ടിക്കാട് പള്ളിയിലാണ്. അപ്പോൾ ഗായ്സ്, മോൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അതിനേക്കാൾ ഉപരി ഇന്ന് മോനെ ഞങ്ങളിവിടെ എഴുത്തിനും കൂടെ കൊണ്ടുവന്നിരുത്താനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ചെട്ടിക്കാട് പള്ളിയിൽ വരണം എന്ന് എനിക്കുണ്ട്. വളരെ ചെറുതിൽ തന്നെ ഈ ചെട്ടിക്കാട് പള്ളിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്കിവിടെ വരാൻ സാധിച്ചത്. അതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വെച്ചാൽ അന്തോണീസ് പുണ്യവാളൻ്റെ തിരുശിഷിപ്പ്, അഴുകാത്ത നാവിൻ്റെ തിരുശിഷിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടതും കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മോനെ എഴുത്തിനിരുത്താനായിട്ട് അച്ഛനിരിക്കുന്ന സ്ഥലത്ത് വന്നേക്കുവാണ്. അവിടെ വന്നപ്പോഴാണ് അച്ഛൻ അവിടെ ഇല്ല കേട്ടോ. അച്ഛൻ നമ്മൾ ലഞ്ച് ടൈമിലാണ് അവിടെ എത്തിയത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയേക്കുമായിരുന്നേ. അപ്പോൾ പിന്നെ അച്ഛൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഗ്രോട്ടോൻ്റെ മുന്നിലൊക്കെ ഇന്ന് ഒരുപാട് സമയം നമ്മൾ പ്രാർത്ഥിച്ചും കേട്ടോ. പിന്നെ നോക്കി ഇതിന് ചുറ്റും ഒരുപാട് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വൈറ്റും ബ്ലാക്കും ഒരു ബ്രൗൺ ചോക്ലേറ്റ് കളറിലെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഇട്ടിരിക്കുന്നത്. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മീനുകൾക്ക് നമ്മൾ പുറത്തുനിന്ന് വരുന്നവരാരും തന്നെ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്ന് കേട്ടോ. കാരണം ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടാണ്. ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ് കേട്ടോ. ചൊവ്വാഴ്ചകളിലാണ് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. വളരെ ചെറുതിൽ തന്നെ ചെട്ടിക്കാട് പള്ളിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഈ ഒരു സമയത്ത് എൻ്റെ മോൻ്റെ ഈ ഒരു നല്ലൊരു ദിവസമാണ്. എനിക്കും ചേട്ടനും മോനും ഇവിടെ ഒരുമിച്ച് വരാൻ സാധിച്ചതിൽ അതിന് പ്രത്യേകം ദൈവത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ. കാരണം ഈ 2026 എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളുടെ ഒരു വർഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടാവട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ തിരിയൊക്കെ കത്തിച്ചു. പക്ഷേ നല്ല കാറ്റായതുകൊണ്ട് തന്നെയാണ് അവിടെ കത്തിച്ച് വെക്കുന്ന തിരികളൊന്നും കത്തി നിൽക്കുന്നില്ല. കാറ്റുകൊണ്ട് അത് അടഞ്ഞു പോകാണ്ട് ഒത്തിരി പേര് വന്ന് തിരി കത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടനെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് കത്തിക്കാണ്ട്, ഞാനാണെങ്കിൽ ഓരോ തിരി വീതം വെച്ച് കത്തിക്കുകയാണ്. പക്ഷേ അത് കത്തുന്നില്ല. കാരണം നല്ലൊരു കാറ്റുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ച് വന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ മോന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മൾ മേടിച്ചു കൊടുത്തതെന്ന് പറയുന്നത് ഈ ഒരു കുരിശാണ് കേട്ടോ. ആൾക്ക് എന്ത് വേണമെന്ന് കുറേ സമയത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ നേരെ വിരൽ ചൂണ്ടിയത് ഈ കുരിശിലേക്കാണ്ട്. അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കുരിശാണ്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാനും ചേട്ടനും കൊടുത്തതെന്ന് പറയുന്നത് ഒരു കുരിശാണ്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം അവന് കുരിശ് മതി എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ. അതുകൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുരിശുകൾ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെയുള്ള കുരിശുകൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ കുഞ്ഞ് ഉണ്ണീശ്വരൻ രൂപങ്ങളുണ്ട്, ക്യാൻഡിലുണ്ട്. ഞാൻ അതുകൂടാതെ തന്നെ 2 ക്യാൻഡിലും കൂടെ വാങ്ങിച്ചിട്ടോ. പിന്നെ അത് തന്നെയല്ല, നമ്മൾക്ക് അവിടെ നിന്ന് നേർച്ച എണ്ണ കിട്ടും. ആ എണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ആ ദീപത്തിൽ നിന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ ഞാനും ചേട്ടനും മോനും കൂടെ ഒക്കെ എണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് നമ്മൾ ആ ഒരു കുപ്പിയിലാക്കി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുകയും കൂടെ ചെയ്തു കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പള്ളിയും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇവിടെ ഒരുപാട് നിലവിളക്ക് ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ടോ, അതിൻ്റെ കാര്യമൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കിഴക്കിൻ്റെ പാതുവ എന്ന് പറയുന്ന ചെട്ടിക്കാട് പള്ളി കേട്ടോ. അപ്പോൾ ഇവിടെ വരാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി ഈശ്വരനോടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ വരാൻ എനിക്ക് കഴിയട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.